അല്ല ഇവന് ഈ പെൺപിള്ളേരുടെ കളതരങ്ങളൊന്നും അറിയുന്നില്ല. പറഞ്ഞത് പഴമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായി. എനിക്ക് മനസ്സിലാവും. ഇത്രയും ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് അവര് പോരാ, സഹിക്കണില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതാണോ ഇത് തന്നെയാണ് ശംഭു എസ് കണ്ടത്തിൽ. കണ്ടത്തില്ല അത് ഓള് ശംഭു കണ്ടാൻ പോയി അമ്മരങ്ങനെ തന്നെ വിളിക്കും. റെസ്പോൺസിബിലിറ്റി നോക്കിന്നൊന്നും പറയരുത്. അഭിനയിക്കാൻ പോകുന്നു, പൈസ എന്റെ അക്കൗണ്ടിൽ വരുന്നു, ഞാനാണല്ലോ പാവം. പിന്നെ ഞങ്ങൾ ഓടി വന്നിട്ട് ഇന്നത്തെ ദിവസം കേസിട്ട് പഠിച്ചിട്ട് അവസാനത്ത് രാവിലെ മുട്ടായി മേടിച്ചു അപ്പൊ തന്നെ പാറുവിന്റെ അച്ഛനും അമ്മയും ആരെങ്കിലും കാണും. അപ്പൊ പറയും തുടങ്ങി ചുമ്മാ ഇത്ത അവക്ക് മിഠായി ഏതാണ്ട് വാങ്ങിച്ചു കൊടുക്കുക, അതിന് വള്ളി കേസിന് അത് അവനെ ഒറ്റുന്നെന്ന് പറഞ്ഞു. എവിടെ പറ്റി നോക്കി പറ കെട്ടിയതാണ്. ഒരു വൈബില് അവളില്ലൂടെ. ഓക്കെ ആ തിരിഞ്ഞ് അത് അച്ഛൻ ഉണ്ടെങ്കി എടാ എന്തുവാടാ നീക്ക് ഇങ്ങനെ തുടങ്ങല്ലേ കൊച്ചു കൊച്ചു പോടാ. ഓ നമ്മളെല്ലാം ഓപ്പണായി പറഞ്ഞ് എടുത്ത് കൊടുത്ത് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് അവളുടെ പാട്ടിന് പോയാ ഇയാള് കിടന്ന് വിഷമിച്ച ആര് കാണണം? അമ്മ കാണണം, ഞാൻ കാണണം. എനിക്കിത് കാണാൻ വീട്ടിലെ പാത്രം എന്തിനാണ് നമ്മൾ ചെളുക്കണേ? മണ്ടക്കിട്ടടിച്ച് അത് ചളങ്ങിട്ട് ആരും മഞ്ഞ പേഴ്സും അവനെനിക്ക് മഞ്ഞ ക്ലിപ്പും വാങ്ങിച്ചു. ആണല്ലേ? എല്ലാം കൂടെ ടോട്ടൽ 45 റുപ്പീസ് അങ്ങോട്ടായിരുന്നു. കുടുക്കിക്കകത്തൊന്ന് മുക്കിയതാ എന്റെ സ്വന്തം. ഇപ്പോഴൊന്നും അല്ല. പാടി കറക്റ്റ് അങ്ങനെ ഊച്ചാന്താടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്. ഈ പുരുഷന്റെ കല്യാണം കഴിച്ചു നല്ല പയ്യന. അതായത് കോപ്പി എഴുതാനുള്ള കപ്പാസിറ്റി ഒന്നും എന്താന്നറിയാവോ, പുള്ളിക്ക് ഇത് ഇങ്ങനെ നോക്കിട്ട് കണ്ണു പിടിക്കൂലോ. നമുക്ക് ഈ പറയുന്ന ചെറിയ പ്രായത്തിലെ ഇത്രയും സ്കെഡ്യൂള് പരിപാടികളിലിടയ്ക്ക് ഈ പഠിത്തം എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു വലിയ പ്രശ്നമായിരുന്നു അത്. അതെ, കാരണം പ്രത്യേകിച്ച് അത്ര റെസ്പോൺസിബിലിറ്റി ഒരു വീടിന്റെ ഇതും നോക്കി പ്ലസ് ആക്ടിങ്ങും പ്ലസ് ഇതും എല്ലാം കൂടെ നോക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി നോക്കിന്നൊന്നും പറയരുത്. അഭിനയിക്കാൻ പോകുന്നു, പൈസ എന്റെ അക്കൗണ്ടിൽ വരുന്നു, ഞാനാണല്ലോ പാവം. പിന്നെ ഞങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്യും. എല്ലാ കാര്യം എന്നോട് ചോദിക്കും. ഞാൻ അവിടെ കൊടുക്കട്ടെ, ഇവിടെ കൊടുക്കട്ടെ, ഇത് ഇങ്ങനെ കൊടുക്കട്ടെ. അങ്ങനെ ചില സമയം വല്ല നമുക്ക് അങ്ങനെ വേണമെന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇപ്പൊ 3-4 വർഷം കൊണ്ട് പറയുന്നേ ഉള്ളൂ. ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ തന്നെ കുറച്ച് തിരിച്ചാ അല്ലെങ്കിൽ വേണ്ട പറയും. ഇപ്പൊ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ ഇപ്പൊ പഠിക്കേണ്ട ടൈമിൽ എന്തിനാ വിടുന്നത്, വെറുതെ അങ്ങനെ കൊണ്ടൊരു ഭാവി നശിപ്പിക്കണോ എന്നൊക്കെ അത് പൊതുവേ ഉള്ള അമ്മയുടെ ചോദിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് എന്റെ ഫാമിലിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, അഭിനയിക്കാൻ നടന്നിട്ട് കൊച്ചിന് പഠിത്തം കളയല്ലേ. അതായത് അവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാൻ വന്നെന്ന് വെച്ചോണ്ട് പഠിത്തം പോവില്ല. അതായത് അതേപോലെ കൊണ്ടുപോയാൽ അവരും പണിയെടുക്കണം, കൊണ്ടുപോകണം. അതായത് ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഇപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെടുത്ത് ഡേ അത് പഠിക്കണം കേട്ടാ തേങ്ങ പഠിക്കായി എന്നല്ലേ പറയുള്ളൂ. അപ്പൊ പേരൻസ് ആണ് ഞങ്ങളുടെ പാറുവിന്റെ അടുത്ത് പാറിന് കൊടുക്കുമോ മുടിയാ ഇടയ്ക്ക് മക്കളെ പാറുവേ വെറുതെ പഠിച്ചാലാ വള്ളിയായി പോയത് അവള് എന്റെ തലയിൽ കയറി. പിന്നെ ചേട്ടാ മറ്റേ അടുത്ത കണക്കെടു. ഓഹോ 1235 വേണ്ട 35 വരെ നീ ചോദിക്കണ ഞാൻ തറാടി. അവസാനം ചക്കിന് വെച്ചത് അവസാനം തൊഴിലും തരൂല. ചേട്ടാ മറ്റേ സ്പെല്ലിങ് പറയട്ടാ പോച്ചേ. എന്നാ പിന്നെ എലിഫന്റ് സ്പെല്ലിങ് അത് പറ്റില്ല, ആന്റിന്റെ സ്പെല്ലിങ് പറയാന്ന്. വേറെ ഉണ്ട്, ഞാൻ വിളിക്കുമ്പോൾ പറയും മിനമ്മ കേശേട്ടാ ഇന്നത്തെ ദിവസം പുസ്തകം കൈകൊണ്ട് എടുത്തിട്ടില്ല. നല്ല മോളാ, നല്ല കൊച്ചാ. അതായത് മുട്ടായി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് ചേട്ടാ നാളെ വരുമ്പോ മുട്ടായി മേടിച്ചോണ്ട് പറഞ്ഞേ ഏതാടാ മറ്റേ നീളമുള്ളത് മറന്നിരിക്കണേ. ഞാൻ മറക്കും, എനിക്ക് ഒന്നാമത് ഓർമ്മ എന്ന് പറഞ്ഞ സാധനം പൊതുവെ കാണുമല്ലോ. ഇല്ല മറന്നുപോയി. പ്രത്യേകിച്ച് ആരെങ്കിലും പറയുമ്പോ ഇല്ല. അയ്യോ എന്തൊരു അതിനാണ് ഞാൻ അലാറം തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അത് തന്നെ. അപ്പൊ അത് മേടിച്ചോണ്ട് വരൂല്ല. നമ്മള് ഉച്ചക്ക് വിളിക്കുമ്പോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചേട്ടാ ഫോൺ തന്നെ ബീരാമ്മയുടെ സംസാരിക്കാൻ ഞാൻ എനിക്കുള്ള വള്ളിയ സംസാരിച്ചേ. അമ്മ ബീരാമ്മ എന്തിന് ബീരാമ്മ കേശ് ചേട്ടാ ഇന്നത്തെ ദിവസം ഫോണിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഫോണിൽ തന്നെ. ഞാനാണെങ്കിൽ അന്ന് പ്രാന്തരത്തിരിക്കുകയായിരിക്കും ചിലപ്പോ സീന അത് മറ്റേത് മറ്റെന്ന് പറയട്ട്. അതിനിടെ കൂടെ ഇതും കൂടെ
ഞാൻ ചിലപ്പോ ചെല്ലുമ്പോഴും പറയും ഞാനിപ്പോ അപ്രതീക്ഷിതമായിട്ട് സെറ്റിലോട്ടില്ലെന്ന് ഓടി വന്നിട്ട് ഇന്നത്തെ ദിവസം കേശം പഠിച്ചിട്ട് അതേ സ്ഥാനത്ത് രാവിലെ മുട്ടാൻ മേടിച്ചു കൊടുത്തു. അപ്പൊ തന്നെ പാറുവിന്റെ അച്ഛനും അമ്മയും ആരെങ്കിലും കാണും. അപ്പൊ പറയും തുടങ്ങി. ചുമ്മാ അവക്ക് മിഠായി ഏതാണ്ട് വാങ്ങിച്ചു കൊടുക്കുക അതിന് വള്ളി കേസിന് അത് അവനെ ഒറ്റുന്നെന്ന് പറഞ്ഞു. ഉപ്പുമുളയില് അങ്ങനെ നോക്കുവാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഋഷി പിന്നെ ബിചേട്ടനും കേശു ഒക്കെ ഏകദേശം ഒറ്റ ഇവര് മൂന്നുപേരും മൂന്നിനെ കൊണ്ട് ഒറ്റ തൊഴുത്തി കെട്ട ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണല്ലേ? ഞങ്ങള് മൂന്നുപേരും പാവങ്ങളാ, നല്ല മനസ്സിനോടെ. മൂന്നും കൂടെ കൂടിയ ചളി എന്നൊക്കെ പറഞ്ഞ പക്ഷെ ചിരി 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 ചിരിച്ച് നമ്മുടെ ഉദാഹരണത്തിന് ഇപ്പൊ നോർമലായിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, പെട്ടെന്ന് അതിൽ കൂടെ ഒരു ചേച്ചി നടന്നുപോയി. ഇതിപ്പം ഞാനും മുടിഞ്ഞോണ്ട് സംസാരിക്കുക അളയെ പിന്നെ എവിടെ പറ്റി നോക്കി പറ ഞാൻ കെട്ടിയതാണ് അവളില്ലൂടെ ഓക്കെ ആ തിരിഞ്ഞ് അത് അച്ഛൻ ഉണ്ടെങ്കി എടാ എന്തുവാടാ നീക്ക് ഇങ്ങനെ തുടങ്ങല്ലേ കൊച്ചു പോടാ ഓ അച്ഛൻ ഓട്ടിക്ക് ഞങ്ങളെ ഓടറല്ല എന്നിട്ടോ ഞാൻ പറയാനില്ല അത് ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഇല്ലെങ്കിൽ അച്ഛനെ എപ്പോഴേലും കാണുമ്പോ കൈ കെട്ടണ തലകടിയും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ആ വൈബാണ് നിങ്ങൾ മൂന്നുപേരും. അതുപോലെ സ്നേഹവും എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞെത്തും, ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞെത്തും. ചങ്കായിട്ട് നിൽക്കും. ഋഷി ആണെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നല്ലോ. ഋഷി ഇപ്പൊ ആ ടൈമിലും അളിയന് ഗ്യാപ്പ് വന്നേ ഉള്ളൂ, നമ്മൾ തമ്മിൽ ഗ്യാപ്പ്. നിങ്ങളപ്പോഴും ആ കോണ്ടാക്ട് പക്ഷെ എന്നാലും സെറ്റിൽ ഇല്ലാത്തപ്പോ നമുക്കൊരു അതൊരു ഉണ്ടായിരുന്നല്ലേ. അതായത് നമുക്ക് ഈ ചെയ്യാനുള്ള സാധനം കുറയും. ആ ബോണ്ട് തമ്മിലുള്ളപ്പോൾ വർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഔട്ട് വരും. മാത്രമല്ല ഈ എന്തു പറയുന്ന ഈ ജെൻഡർ ഈക്വാലിറ്റി ഞാൻ ഇതിൽ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മൾ ചെയ്യുന്ന പോലെ, അതായത് ജെൻസ് ചെയ്യുന്ന പോലെ ലേഡീസിന് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല മീൻസ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല, ചില സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മതിലിൽ അവിടെ എടുത്ത് ചാടാൻ പറ്റുന്നു, ലേഡീസിന് പറ്റും. പക്ഷെ നമ്മൾ ചാടുന്ന പോലെ ചാടാൻ പറ്റും. പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ. അടി കൂടുമ്പോഴും അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കണം, ഞാനും വേറൊരു ചേച്ചി തമ്മിൽ അടി ഉണ്ടാക്കണം. ഈയിടയ്ക്ക് ഒരു ചേട്ടൻ വന്നു, അടി ഉണ്ടാക്കുന്നത് കണ്ടാ അറിയാം. ഇത് കഴിയുമ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റില്ല. അഥവാ കൈയും കാലും അവിടെ തട്ടിയാല് ഇവിടെ വല്ലതും പറ്റിയ കൈയും തട്ടി ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു. കഴിഞ്ഞാൽ തന്നെ ഞാൻ ആദ്യം പോകുന്ന ഋഷി എടുത്താ വല്ലതും പറ്റിയോ ഇല്ല എന്റെ ജസ്റ്റ് ഇവിടെ ഒന്നും ഇതായതേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നിനക്ക് ഇല്ലടേ ഇതാ ഇവിടെ ഒന്ന് കയറിയതേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. ഇപ്പൊ കമ്പിപ്പാറ കയറിയാലും നമ്മൾ പറയാം ഇല്ല ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ, ഊരി എടുത്തതാ. ഇപ്പൊ മറ്റേ പക്ഷെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ലച്ചുവിന്റെ കൂടെ അങ്ങനെ അടി കൂടാൻ പറ്റും. കാരണം ഇല്ലെങ്കിൽ ശിവാനോട് അടി ഉണ്ടാക്കാൻ പറ്റില്ല. അടി ഉണ്ടാക്കാൻ നമ്മുടെ നോർമലായിട്ട് നമ്മുടെ കൈ തട്ടും, എങ്ങനെ പോയാലും മുറി തട്ടും. അപ്പൊ അവര് പരിപാടിയാണോ കാണിച്ചേ, പെൺപിള്ളേർക്ക് പെട്ടെന്ന് ഒന്ന് അവർക്ക് വേദന എടുക്കും. പിന്നെ ഞാൻ പിടിക്കണത് കാലം പിടിയായിരിക്കും. പിന്നെ പറയേണ്ട കാര്യമില്ല, തട്ട് തട്ടിയാ മതി, നമ്മുടെ മൂക്കൊക്കെ പറന്നു പോകും. വിചാരിച്ചിട്ടുണ്ടോ? പറയൂ ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കണത് മുടിയഞ്ചാൻ്റെ അടുത്ത് കേട്ട്, പിന്നെ അച്ഛനെ മറ്റേ അച്ഛൻ പറയടേ പൊക്കോ. പക്ഷെ ഒരു കാര്യം ഒറ്റ സ്ഥലത്ത് മാത്രം അടിക്കില്ല, നീ വേറെ എന്തുകൊണ്ടാലും ചെയ്തോ, നീ പെടലിയും വയ്യ, ഇപ്പൊ നിലവിൽ വയ്യായിരിക്കുകയെന്ന് പറയും. ശരി, നമ്മൾ കാലിന്റെ അടിയിൽ കൂടെ ഒക്കെ കയറി പോവും, ചില സമയം മുണ്ടിന്റെ അടിയിൽ കൂടെ അവിടെ സ്റ്റക്കായി പോവും. അപ്പൊ അച്ഛൻ കയറി കിടക്കും, പക്ഷെ ഒന്നും പറ്റില്ല. അത് തന്നെ, പക്ഷെ ഒന്നും പറ്റില്ല. നമ്മുടെ മേക്കിംഗ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അമ്പോ എപ്പിസോഡിനെ കാട്ടി കോമഡി ആയിരിക്കും. പക്ഷെ പ്രശ്നമുണ്ട്, ശരിയാവില്ല. പലതും അടിച്ച് മരിക്കും നിങ്ങള്. അപ്പൊ ഇനി ഒരു ചെറിയ സെഗ്മെന്റ് ആണ്, വെരി ഈസി. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് ഓരോ സ്ലേറ്റ് തരും. സത്യമായിട്ട് എനിക്ക് എഴുതാൻ അറിഞ്ഞൂടാ, പിന്നെ ഞാൻ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എഴുതാൻ ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലും എഴുതിയാൽ മതി. അല്ലല്ല ഇത് തുടയ്ക്കാൻ പറ്റുമോ? ഫ്ലോ ഇരുന്ന ഫ്ലോയിൽ മുടിയും ഞാൻ വരച്ചിപ്പോ ദൈവം ഇത് ഏതൊക്കെ ഭാഷയാക്കി താടി കറക്റ്റ് അങ്ങനെ ഊച്ചാന്താടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്. പുരുഷന്റെ കല്യാണമൊന്നുമില്ല, കല്യാണം നല്ല പയ്യനാ, തങ്കപ്പെട്ട പയ്യനാ. നിങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേ ഡേറ്റ് എന്തായാലും അറിയാം, അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. അത് ഭാഗ്യം ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തേഞ്ഞൊട്ടിയേനെ. അത് ഞാൻ ചോദിക്കാം. അമ്മച്ചാൻ എനിക്ക് ഓർമ്മയില്ല, പോയി തിരിച്ച്. അതായത് കേശുവിന്റെ ബർത്ത്ഡേ അവിടെ എഴുതുക, അമ്മയുടെ ബർത്ത്ഡേ ഇവിടെ എഴുതുക. ഈ ഏതാ മറ്റേ ആധാർ കാർഡിലുള്ളത് മതി, ആഘോഷിക്കുന്നതാണ് ബർത്ത്ഡേ അല്ല ആധാർ കാർഡ്. കാരണം 2 ദിവസം അയാള് കഴിഞ്ഞിട്ട് അതവൻ മറന്നു എന്ന് പറഞ്ഞാൽ ഇവനെ ഇപ്പൊ ഇവിടെ നമ്മൾ ഇടിക്കും.
എന്നാലും എഴുതിക്കോ, 2 ദിവസമായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വീണ്ടും ആലോചിക്കോ. അല്ലമ്മ ഈ മനസ്സിലാവില്ല ഇന്നത്തെ ഡേറ്റ് മറ്റേ ഏപ്രില് 27 28 കണ്ടോ 27 അത് ഈയിടക്ക് ബർത്ത്ഡേ 27 പോയി കൊണ്ടുപോയി 28. കുഴപ്പമില്ല, ഏകദേശം ഞാൻ നേരത്തെ അവന്റെ മെയ് 8 വരുന്നു. അപ്പൊ കുഴപ്പമില്ല, അത് വിട്ട്. നെക്സ്റ്റ് ബർത്ത്ഡേക്ക് അത് തന്നെ റിലേറ്റീവ് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് വലിയ പൈസയുടെ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കൊടുക്കൂലല്ലോ ഞാൻ. ഇല്ല, ഇവനൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അവൻ മറന്നു പോയതാ. അത് പണ്ടത്തെ തിരിച്ചു കിട്ടിയ ഗിഫ്റ്റ് കൂടെ എഴുതുക. അതല്ല, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തിരിച്ചു കിട്ടിയ ഗിഫ്റ്റ് എഴുതിക്കോ. അവൻ തന്നെ ഞാൻ ലിസ്റ്റ് എഴുതണം. കിട്ടിയ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് എല്ലാം ഇഷ്ടം തന്നെ. എല്ലാ വർഷവും എന്നെ വാങ്ങിക്കും. ചുമ്മാ ഇങ്ങനൊക്കെ ചോദിച്ച എല്ലാം മെയ് 8 ഉണ്ട്. അത് ഈ വർഷം മറ്റേ കിയ കാർ എടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് പക്ഷെ അത് പറയണ്ടായിരുന്നു അന്നേരം. അതിപ്പോ എല്ലാം അറിയാവുന്ന കാര്യമല്ലേ. മഞ്ഞ പേഴ്സും അവനെനിക്ക് മഞ്ഞ ക്ലിപ്പും വാങ്ങിച്ചു. ആണല്ലേ? എല്ലാം കൂടെ ടോട്ടൽ 45 റുപ്പീസ് അങ്ങോട്ടായിരുന്നു. കുടുക്കിക്കകത്തുനിന്ന് മുക്കിയതാ എന്റെ സ്വന്തം. ഇപ്പോഴൊന്നും അല്ല, ഇപ്പോഴൊന്നും അല്ല. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ, കുറച്ചുകൂടെ കയറും ഒരു ഫസ്റ്റ് സെക്കൻഡ് റേഞ്ച്. ആ ടൈമില് ക്ലിപ്പ് ഇതെല്ലാം കൂടെ മേടിച്ച് ഗിഫ്റ്റ് പേപ്പർ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ മഞ്ഞ. ആണല്ലേ? പാക്കിങ്ങിലൊന്നുമില്ല, അവന് സ്കൂൾ ബാഗിൽ ഇട്ടുകൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തു. മഞ്ഞ കളർ പേഴ്സും അതിനകത്ത് മഞ്ഞ കളറിലെ ക്ലിപ്പും. യെല്ലോ ആണ്. അതിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു കൂടെ, ഫുള്ള് മഞ്ഞ മറ്റേ ഹാർട്ട് മറ്റേ ഒക്കെ വരച്ച് എന്തൊക്കെയോ മാങ്ങയും തേങ്ങയൊക്കെ വരച്ച് എന്തോന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടായിരുന്നു. കൊള്ളാം, ഞാൻ നോക്കിയപ്പോ കൊള്ളാം, വണ്ടർഫുൾ. അപ്പോട്ടെ കളർഫുൾ ആയിട്ടുണ്ട്. നീ എന്തുകൂടെ എഴുതിയേ? അവിടെ എന്താ, അവിടെ പറയരുത്. എന്തായിരിക്കും അങ്ങനെ എല്ലാ വർഷവും കിട്ടാറുണ്ട്. ഇപ്പൊ ഇതിലൊക്കെയാ കാറ് ഇപ്പൊ ലാസ്റ്റ് കിട്ടിയത്. ഒരു വർഷത്തില് ആദ്യത്തെ വണ്ടി എടുത്തത് ഇവന്റെ ബർത്ത്ഡേക്ക്. കിഡ് ക്ലൈംബർ. പിന്നെ ഈ വാച്ച് ഒരു വർഷത്തില് സെറ്റ് ആയതാണ് ഫോസില്. പിന്നെ ഒരു വർഷത്തിൽ സൈക്കിള് 2 വർഷം കൊണ്ട് സൈക്കിള് വാങ്ങിച്ചു കൊടുത്തു. ആദ്യം ഒരു വർഷം വാങ്ങിച്ചു, ആ സൈക്കിൾ പോയത് പോയി. പിന്നെ പിന്നെ അത് കഴിഞ്ഞ ഒരു വർഷം അതുപോലെ സൈക്കിള് വാങ്ങി കൊടുത്തത്. ഏതോ ഒരു വർഷം ഉള്ളു വാങ്ങി കൊടുത്ത. അതായത് ഡ്രസ്സും സെറ്റിലൊക്കെ അപ്പൊ ചിലപ്പോ ഫുഡും കൊടുക്കുമ്പോ ഞാൻ പറയും ഇത് മൊത്തം അങ്ങനത്തെ ഒരു സാധനം ഇല്ല. വേണം കിട്ടിയ പിന്നെ വാസിന് കിട്ടി ആ സെറ്റും കുടിക്കും. പിന്നെ അല്ലേ ഈ പ്രശ്നം പിന്നെ അല്ല. അപ്പൊ ഈ പ്രാവശ്യമാണോ വണ്ടി? കീ ഇപ്പൊ ജനുവരിയിലാണ്, ഞങ്ങള് മെയിൽ എടുക്കാൻ ഇരുന്നതാണ്. അപ്പൊ ജനുവരിയിൽ അങ്ങ് എടുത്തു. ശരിക്കും ഈ വർഷം ഞാൻ ബൈക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെ പോയി നല്ലൊരു ബൈക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് പരിപാടി ബൈക്ക് ക്രൂയിസർ മാഡത്തിന് ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളുടെ കയ്യിലിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. സാധാരണ പിള്ളേരാണ് പറയണേ എനിക്ക് മറ്റേ ബൈക്ക് പതിനെട്ടാവാറേ ബൈക്ക് തിരിച്ച് എടാ പോയി നോക്കാം. പ്ലസ് 1 പഠിച്ചോണ്ടിരിക്കുമ്പോ വെരി കൂൾ. അവസാനം ഞാൻ പറഞ്ഞു വിലക്കണ്ട വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ കേട്ടോ, ബൈക്കിന് 2,83,000 3 ലക്ഷം രൂപ ഓൺ റോഡ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അക്സസറീസ് ഒക്കെ വെച്ച് ഒരു 3 ലക്ഷം രൂപ കൂട്ടിക്കും അല്ലേ? 295 കൂട്ട്. നാരങ്ങ കുടിക്കാൻ വേണ്ടേ 3 രൂപ. ഞങ്ങളുടെ കിഡ് ക്ലൈംബർ ആയിരിക്കും, ക്ലൈംബറാ വണ്ടി ഇരിക്കുന്നത്. അപ്പൊ എന്നോട് 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷം, 1 ലക്ഷം കിലോമീറ്റർ ആണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഈ 2,83,000 അമ്മ EMI അല്ലല്ലോ, റെഡി ക്യാഷ് കൊടുത്തു കൊടുക്കാന്. ഞാൻ പറഞ്ഞ സ്വർണ്ണം വല്ലതും പണയം വെച്ച് ബാക്കി പൈസ ഇച്ചിരി കയ്യിലുണ്ടായാലും ചേർത്ത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, ഇതൊന്നും ഇടണ്ട, EMI ഇടണ്ട, നിനക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട്. എന്റെ ഒരു ആഗ്രഹം, എന്റെ കുഞ്ഞ് ഇത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെടുത്തി. അപ്പൊ അവനൊന്നും പറയാറില്ല, ഇന്നത് വേണോന്ന് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. ഇത്രയും പൈസ ഇല്ലേ, നമ്മുടെ വണ്ടി കൊടുത്താൽ ഒരു 2-2.5 രൂപ കിട്ടത്തില്ലേ? അതും ഇതും കൂടെ ആയപ്പോ എത്ര 5 ലക്ഷം രൂപ ആയില്ലേ? ഞാൻ പറഞ്ഞ അതെ, അതിന്റെ കൂടെ ബാക്കി പൈസ EMI ഇട്ടാ പിന്നെ ഒരു കാർ എടുത്തുകൂടെ, നമ്മുടെ ഈ വണ്ടി അപ്ഗ്രേഡ് ആവത്തില്ല. ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ഇപ്പം 18 രൂപ കൊടുത്ത്
സാധനം എടുത്തു. അത് 8,000 രൂപ ലോണും ബാക്കി പൈസ ബാക്കി 10 രൂപ മറ്റേ ഒരു കൊടുത്തു. ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കണം നമ്മളിനി. രണ്ടും പോവും. ഓട്ടോമാറ്റിക് സോണറ്റ് ആണ് കിയ. ഓ അത് നല്ല തീരുമാനമായി പോയി. അതെ. അപ്പോ അതാണ് പുള്ളി പറഞ്ഞത്. അത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഇനി അടുത്ത് ചോദിക്കണം. അതായത് നിങ്ങൾ രണ്ടുപേരിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ആരടിച്ചായിരുന്നു എക്സാമ്പിൾ എവിടെ തല്ലുണ്ടാക്കി? ഇപ്പോഴത്തെ സംഭവം പറയട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ രണ്ടുകൂടെ ഒരു വണ്ടിയിൽ വരിക. അപ്പൊ ഒരുത്തം കൊണ്ടുവന്ന് ഒരു ചെറിയ ഒരു നിങ്ങളുടെയൊക്കെ എത്ര പ്രായമുള്ളോ ഇങ്ങനെ സഡൻലി കൊണ്ടുവന്ന് ബൈക്കാ മുമ്പിലോട്ട് സെന്ററില് ഒറ്റ ചവിട്ട്. എന്നിട്ട് പോട്ട് വല്ല ആവശ്യമുള്ള കാര്യത്തിന് ആരെങ്കിലും ചാടി വേണേ കുഴപ്പമില്ല. അളിയാ പിന്നെ നോർമലി സംസാരിക്കുന്നു. എന്ത് പറഞ്ഞു എന്നിട്ട് മറ്റേവര് തമ്മിൽ കാര്യം പറഞ്ഞോണ്ടിരിക്കണം. അമ്മ നീയൊക്കെ സംസാരിക്കണേ, വീട്ടിൽ പോയി സംസാരില്ല. അങ്ങനല്ല, റോഡിന്റെ കുറച്ചുകൂടെ സെന്ററിൽ കയറുന്നൊരു കാര്യം പറയണം. കാരണം അപ്പോ നമ്മുടെ വണ്ടി ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ബൈക്കിൽ വന്ന ഓട്ടോക്കാരൻ പാവം പിടിച്ച് വെച്ച് തൊട്ടില്ലെന്ന് പറഞ്ഞ കൊണ്ട് നിർത്തി. ഒരൊറ്റ അവനെ ചിലപ്പോ നമ്മൾ ഇടിച്ചില്ലായിരുന്നെങ്കിലും ബാക്കി വന്നവ എന്നെ അടിച്ചേനെ. അതിന്റെ ബാക്കി എല്ലാരും മുട്ടിനെ നിർത്തിയത്. മറ്റേ ഒരു ചേച്ചി കൊണ്ട് മറ്റേ അവിടെ വണ്ടി വാഴക്കാട് ജംഗ്ഷൻ നമ്മുടെ സെൻട്രൽ ബേക്കറിയുടെ ആ കേർവില്ല, ഒരു വളവില്ല, അവിടെ അവന്റെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇടി കൊടുത്തില്ല. ആ പുള്ളിയുടെ ഭാഗ്യം കൊണ്ടും ബാക്കി വന്നവരുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ടും എല്ലാരും ഇടിച്ചില്ല. പിറകിൽ വന്ന് ഓട്ടോ ചേട്ടൻ പുറത്തോട്ടിട്ട് ഞങ്ങളെ തെറി വിളിക്കാൻ തുടങ്ങുമ്പോ ഇതിനു മുമ്പ് ഞാൻ തെറി വിളിച്ചു കഴിഞ്ഞ് അപ്പൊ പുള്ളി അവനായിരുന്നു കിട്ടേണ്ടത്, പാള് മാറി കൊടുത്തേനെ. ഈ സന്ധ്യ സമയത്ത് അറിയാമല്ലോ, നീണ്ട നിരയാണ്. പരസ്പരം രണ്ടുപേർക്കും അഭിമാനം തോന്നിയ ഒരു മൊമെന്റ്, അതായത് ആ നിമിഷം, അതായത് കേശുവിന് അമ്മേ അത് ഇത് തന്നെയാണ് മുമ്പേ പറഞ്ഞതായിരുന്നു തന്നെ. 10ാം ക്ലാസ്സിലെ മാർക്കാ അവൻ. അമ്മ വീണ്ടും നോക്കുമ്പോ എന്നെ മാർക്ക് തന്നെയാണോ? എനിക്ക് അതേപോലെ അഭിമാനം തോന്നി. അമ്മ 65% മതി എന്നത് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അത് അങ്ങനെ പറയണമെങ്കിൽ വേണം ഒരു ഞാൻ വെറുതെ കിടന്ന് കഷ്ടപ്പെട്ട് 70 മേടിച്ചാൽ മതി. എന്നോട് വേറെ പ്രശ്നമുണ്ട്. എന്നോടൊരു വര പറഞ്ഞു 81 മേടിച്ചു മതിയായിരുന്നു. വേറൊരു സാധനമുണ്ട് നമ്മുടെ അടുത്ത്. എടാ ഒരു 80-85 പിടി കേട്ടാ, 85 നോക്കി നോക്കട്ട് കറക്റ്റ്. അത് ഏറെ കൂടെ പിടിച്ചു നിർത്തും. കൈ കഴിച്ച അപ്പം ഞാൻ നിർത്തും. ഞാൻ മിക്കാറുള്ള നമുക്കൊക്കെ ഉള്ള അസുഖമായിരിക്കുമല്ലോ. സ്കൂൾ അങ്ങനെ ഉണ്ടോ പിള്ളേര് സ്കൂളിൽ? എനിക്കറിഞ്ഞൂടാ. ഇവന് ഈ +2 എക്സാമിന് പോയപ്പോ മൊത്തം ഞാൻ രാവിലെ പറഞ്ഞു വിടുന്നത്. എല്ലാരും ചോദിക്കും ഹോൾ ടിക്കറ്റ് എടുത്തോ ബുക്ക് എടുത്തോ എല്ലാം ചോദിക്കും, മോനെ എല്ലാം എഴുതണേ എന്നാ പറഞ്ഞു വിടുന്നത്. ഞാൻ പറയുന്നത് അങ്ങനല്ല, ദേ മടുത്തു എന്ന് പറഞ്ഞോണ്ട് നിർത്തല്ലേ, മൊത്തം എഴുതണേ, എല്ലാ ആൻസറും കംപ്ലീറ്റ് ചെയ്യണം, എല്ലാ ആൻസറും നീ കംപ്ലീറ്റ് ചെയ്യണം, കൈ കഴിച്ചു എന്ന് പറഞ്ഞ് നിർത്തല്ലേ എന്ന്. കാരണം ഇവൻ കൈ കഴിക്കുന്നു മതി ഇത്രയും അങ്ങനെ നിർത്തും. അറിയാമെങ്കിലും നിർത്തും. അത് അറിയാമെന്നറിയോ, ഞങ്ങൾക്കൊന്നും അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. ജയിക്കുമെന്ന് അത്ര എഴുതിയിട്ടും ജയിക്കാനുള്ള കിട്ടത്തില്ല ഞങ്ങൾക്ക്. അപ്പൊ പിന്നെ എന്നാ പ്രശ്നം, ഏതെങ്കിലും ഉണ്ടെന്നോർത്ത് ഞങ്ങൾ നോക്കും. ഇത് മതി നിർത്തി, എത്ര മാർക്ക് ഉണ്ട്, അതാ കാര്യം. അതൊന്നുമല്ല, +1 ആയിരുന്നു ഭയങ്കര രസം. ഞങ്ങൾക്കൊന്നും എഴുതാനില്ലാത്തോണ്ട് ഇല്ല അതാണ് അവിടെയാണ് എനിക്ക് സങ്കടം വരുന്നത്. മക്കൾക്ക് അറിയാമായിരുന്നിട്ടും അമ്മ എനിക്കത് അറിയാമായിരുന്നു. പക്ഷെ അത് ഈ +1 പരീക്ഷയ്ക്കാ കിട്ടിപ്പോയനെ. 2 സബ്ജക്റ്റിന് 81 അല്ലയോ? എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല, 81 ഉണ്ട്. ഒരെണ്ണം 84 കണ്ടല്ലേ, 83. ബാക്കി എല്ലാത്തിനും 90 above ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസിന് 100 out of 100. +2 കഴിഞ്ഞിട്ട് പറയാം, +2 എന്തായാലും കുറയും. +1 ഞാൻ അത്രയും മാർക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അല്ല, അതിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ട്, നന്നായിട്ട് അഭിമാനം. ഞാൻ 6 തവണ നോക്കി +1 റിസൾട്ട്. എങ്ങനെ 100 വന്നു എനിക്ക് മനസ്സിലാവില്ലല്ലോ. എന്നോട് അല്ല, അതിന്റെ ഏറ്റവും ഞാൻ എക്സാമിന്റെ തലേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ആഡിന്റെ ഷൂട്ടായിരുന്നു ആറ്റിങ്ങിൽ വെച്ചിട്ട്. ഒരു ഫർണിച്ചർ ഷോ, മോനെ, ഡയാന, ശിവാനി, ഞങ്ങളെല്ലാം കൂടെ ഉള്ള 3 പേരുടെ ഉള്ള ആഡായിരുന്നു. തലേ ദിവസം ഇനാഗുറേഷനും കഴിഞ്ഞ് ആഡും കഴിഞ്ഞു വന്നു. പിന്നെ എക്സാം എഴുതുന്നു, അന്ന് വൈകിട്ട് വരുന്നു, രാത്രി എക്സാം എഴുതുന്നു.
അല്ല രാവിലെ രാത്രി വന്നു, രാത്രി 12:30 1 മണിയൊക്കെ ആയപ്പോ എത്തി, രാവിലെ പോയി അതേപടി ടയേർഡായിട്ട് വന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ അത് തന്നെ പോയി എക്സാം എഴുതുന്നു. ഉച്ചയ്ക്ക് എക്സാം ഹാളിൽ നിന്ന് യൂണിഫോമോടെ ഞാൻ വിളിച്ചിറങ്ങി, തീരുന്നു, ഇറങ്ങി വരുന്നു, വണ്ടി കയറ്റുന്നു, തിരിച്ചു വീണ്ടും അതിന്റെ ബാക്കി ആടുന്നു. മറ്റേ കേസ് തിരുവനന്തപുരത്ത് ഇറങ്ങി വന്നപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് മുള്ളാൻ മുട്ടുന്നു. നമ്മൾ ഇപ്പൊ മുള്ളാനൊന്നും സമയമില്ല, അവിടെ സെറ്റിൽ എല്ലാരും കാത്തിരിക്കും, ഇങ്ങോട്ട് പാടാം. കഷ്ടാലോചിച്ചോ. പിന്നെ പോണ വഴിക്ക് പിന്നെ അവിടെ പോയി പൊട്ട് നൈസായിട്ട് നിർത്തി. അന്ന് അപ്പൊ എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, വല്ലതും എഴുതി കാണുമോ, കാരണം ഇന്നലെ രാത്രി 1:30 മണിക്ക് കണ്ട ഇത് പൊളിറ്റിക്കൽ സയൻസിന്റെ ആ പൊളിറ്റിക്കൽ സയൻസിന് മാർക്ക് വന്നപ്പോ ഞാൻ നീ കോപ്പി അടിച്ചോടാ. പിന്നെ ഇവിടെ ഞാൻ എന്ത് കോപ്പി അടിക്കാൻ, 100 മാർക്ക്. 100 out of 100 bro. എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ എന്തൊക്കെയാ വിളിച്ചതൊന്നും അല്ല. ആര് നീ എന്താ ഇവിടെ നടന്നിപ്പം? ആരാ ഇത് ചെക്ക് ചെയ്തേ ഇങ്ങനെയൊക്കെ? എന്തായാലും നല്ല മനുഷ്യനാ, ആരായാലും നല്ല, എനിക്ക് അത്ര പറയുള്ളൂ. കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വായിക്കും, ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അല്ലാതെ അതായത് കോപ്പി എഴുതാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. എന്താന്നറിയാവോ, പുള്ളിക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണ് പിടിക്കൂലോ ചെറിയ ഇപ്പം ഫ്രണ്ട് ഇരുന്ന് ഒരുത്തൻ, നമ്മളെന്തായാലും കോപ്പി അടിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കാണിച്ചെന്നാലും, അതായത് ഒരുത്തൻ ഇപ്പം ഫ്രണ്ട് ഇരുന്ന് കാണിച്ചു തന്നിട്ട് ഇത്ര ദൂരം കാണിച്ചാൽ എനിക്ക് പിടിക്കൂല. അത്ര ഇങ്ങനെ നോക്കും. അതേ സമയത്ത് ഞാൻ ഇത്ര എഴുതിട്ട് കാണിച്ചു കൊടുത്ത് നോക്കിട്ട് അങ്ങനെ ഇരിക്കണോ പിടിക്കും. എടാ എങ്ങനെടാ കാണുന്നത് ഞാൻ ചോദിക്കും. എനിക്ക് തലവേദന എടുക്കും. അതായത് പിന്നെ കോപ്പി ചാൻസ് ഇല്ല. കണ്ണിന് ചെറിയൊരു ഇതുണ്ട്, അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്. കണ്ണാടി വെച്ചാലും ചില സാധനം അത്രയും സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വരും, വേണ്ട ഞാൻ എന്തായാലും ഗ്യാസ് ആയാലും എഴുതിക്കോളാം. കഷ്ടപ്പെട്ട് കോപ്പി അല്ലേ? ആ സമയം കൊണ്ട് എന്നോട് പറയാം, ഞാൻ വായിച്ചു നോക്കിയിട്ട് ബൈഹാർട്ട് ചെയ്യത്തില്ല, ഒന്നും ബൈഹാർട്ട് ചെയ്യത്തില്ല. അർത്ഥം മനസ്സിലാക്കി അത് വെച്ച് എന്തോ സംഗതി മനസ്സിലാക്കും, വെച്ചാലാക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരു ലോക പഠിപ്പിക്കുകയാണല്ലോ, അവന്റെ അടുത്ത് കുറച്ചൊരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനൊക്കെ ഒരു അടിച്ചുറപ്പിക്കാമേ. അത് മറ്റേത് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ് ഒരുത്തുണ്ട് ഇപ്പൊ +1 +2 ജീവൻ, നല്ല പയ്യന. അതായത് ഞാനും അവനും ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവന്മാരൊക്കെ സേഫാന്ന് അവന്മാര് പറയാറ്. പഠനത്തിന്റെ കാര്യത്തിൽ എക്സാമിന്റെ കാര്യത്തിലായാലും യവന്മാർ 2 ഉണ്ടെങ്കിൽ സേഫാ. ചിലപ്പം മറ്റേ കുറെ പഠിപ്പുകളുണ്ടെങ്കിൽ ചിലപ്പോ തേഞ്ഞു. പെൺകുട്ടികളാ കൂടുതൽ, പരസഹായം ഇല്ലാത്ത പഠിപ്പുകൾ ഉണ്ടായാലും പെൺകുട്ടികളാ. കാരണം ഈ ചില നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ, ഞാൻ സഹായിക്കും. ജനറായിട്ട് പറയാം. ഈ പറഞ്ഞ ഞാനായാലും ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഇത് വെറും സൈക്കോ. അടുത്തിരുന്ന് ഒന്ന് മാറി ഞാൻ ഒന്നും ചോദിച്ചു, സാറേ അവര് കോപ്പി അടിക്കണ് ചെറുതിലത്തെ ചെറുതില അല്ല, ഞാൻ നന്നായിട്ട് പഠിക്കും. എനിക്ക് 10 ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഉണ്ടായിരുന്നു 10th. ഞങ്ങളുടെ സ്കൂളിൽ ടോപ്പ് മാർക്കായിരുന്നു. അന്ന് എത്ര ഉണ്ടായിരുന്നു? 81. അതാ ഞാൻ അത്ര കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് ഡിസ്റ്റിങ്ഷൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ വെറും പഠിപ്പിന്ന് അല്ല, എനിക്ക് ഇപ്പഴും ഞാൻ MA സോഷ്യോളജി ചെയ്യുന്നുണ്ട്. മോന്റെ ചെലവിൽ. ഞാന് ഡിഗ്രി അന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതായിരുന്നു മാത്സ് ആയിരുന്നു, BSc മാത്സ്. ഞാനാണ് ഇയാളെ ICC 10 വരെ പഠിപ്പിച്ചെന്ന് ആലോചിക്കണം. അപ്പോ ഞാൻ എന്ത് ചെയ്തു, അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആ സമയത്തൊക്കെ ആയിരുന്നു, മാരേജ് ഒക്കെ ആയി. പിന്നെ എനിക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, അത് ഇയാൾക്ക് വേണ്ടി കളഞ്ഞു. പിന്നെ ജോലിയുടെ കാര്യം പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു, അതും ഇയാൾക്ക് വേണ്ടി കളഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഡിപ്ലോമ കോപ്പറേഷൻ പാസ്സായത്, JDC പാസ്സായത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാനിപ്പോ BA വീണ്ടും സോഷ്യോളജി എടുത്തു. അപ്പം ചുരുക്കി പറഞ്ഞാൽ വെറുതെ അല്ല, BA സോഷ്യോളജി 3 വർഷം എടുത്തിട്ടാണ് ഇപ്പൊ MA സോഷ്യോളജി 2ാമത്തെ സെമസ്റ്റർ. BA സോഷ്യോളജി കഴിഞ്ഞ് MA സോഷ്യോളജി ഇപ്പൊ എടുക്കുന്നു. ഉപ്പുമുളകിലെ എഴുതണേ. ഉപ്പുമുളകിലെ ഏറ്റവും ആദ്യത്തെ കേശുവിന്റെ എപ്പിസോഡ്, അതിന്റെ ഒരു ചെറിയ കഥയുടെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതുക. ഏതായിരിക്കും? പറഞ്ഞോണ്ട് എഴുതാതെ എഴുതിയല്ലോ.
അതിന്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആണാക്കിയത്. ഞാൻ പെട്ടെന്ന് ഇവന് അത് തന്നെ പറഞ്ഞല്ലോ എന്ന്. അത് ഫസ്റ്റ് വന്നല്ലോ ടെലികാസ്റ്റ് ചെയ്ത് പലരും പല ഫസ്റ്റ് അഭിപ്രായങ്ങൾ നമ്മൾ എടുത്ത എപ്പിസോഡ് 8ാമത്തെ എപ്പിസോഡല്ലേ പറഞ്ഞേ? എന്തോ ഓ അങ്ങനല്ലേ പറഞ്ഞ? അല്ലല്ല ഫസ്റ്റ് എപ്പിസോഡ് ബർഗർ. അതാ ബർഗർ എന്നിട്ട് അയ്യോ എനിക്ക് ബർഗർ വേണ്ടായിരുന്നു, വയറുവേന എടുക്കുന്നത്, എനിക്ക് കുഞ്ഞല്ലേ, അതിൽ ഭയങ്കര തീറ്റിപ്പുണ്ടാരല്ലേ. പക്ഷെ ഒറിജിനലി തിന്നണമെങ്കിൽ തിന്നുമോനെ തിന്നുമോനെ ആ ഇപ്പോഴും ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ ഇതൊഴിച്ച് ബാക്കി എന്ത് സാധനവും തിന്നണമെങ്കിൽ തിന്നണ. ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും താല്പര്യം. അത് എത്ര വേണേലും വെച്ചു കൊടു. ഓവറായിട്ടും തിന്നല്ലേ, കുറച്ചൊന്നും എടുക്കുമല്ലോ. ചിക്കൻ ഫ്രൈയുടെ മേലെ കുറച്ച് സവാളയൊക്കെ ഇട്ട് ബീഫ് കറിയുടെ ഗ്രേവിയും ചിക്കൻ ഫ്രൈയും സവാളയും പൊറോട്ടയും കൈയോട് കഴിയുമ്പോ ഒരു സോഡ നാരങ്ങ എരിഞ്ഞിറങ്ങണം. റൈസ് ഇങ്ങനെ ഇടണം. നശിപ്പിച്ച് വൈകിട്ട് ഇന്ന് വൈകിട്ട് പൊറോട്ട. ഓക്കെ അത് വിട്. അല്ല ശരിക്കും ശംഭു എന്നാണോ പേര്? അതെ, വേറെ ഒരു പേരില്ലേ? ശരിയാണ്, നിങ്ങളുടെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ശംഭൂന്ന് തന്നെയാ. ചമ്പൂന്ന് തന്നെ. ഇങ്ങനെ ഒരു പേരായോണ്ട് പിന്നെ നമ്മള് ചക്കപ്പഴത്തിലെ ശംഭുവിനെ ഓർക്കും. ആർജയായോണ്ട് പിന്നെ പേര് മാറ്റേണ്ട ആവശ്യം വന്നുമില്ല. ഒന്നുമില്ല, എല്ലാരും ശംഭു. അതിപ്പോ ലാഭം. അതിന്റെ മുമ്പില് ശിക്കാരി, വാലിലൊന്നും ഇല്ല. വേറെ ഒന്നും കിട്ടിയില്ല എപ്പോഴും. ഞാൻ വേറെ ശമ്പു ഉദ്ദേശിച്ചോണ്ട് വിട്. വേറെ ശംഭു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളെന്താ ഇവൻ എപ്പോഴും ബാൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. ചിന്ത പോയതുണ്ടോ? ശുദ്ധീകരിക്കണം. ഞാൻ ഷാമ്പൂ എന്നാ ഉദ്ദേശിച്ചേ. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതാണോ പേര്? ഇത് തന്നെയായിരുന്നു ശംഭു എസ് കണ്ടത്തിൽ. ഇതാണ് കണ്ടത്തില്ല, അത് കണ്ടത് ഓള് ശംഭു കണ്ടം വഴി അമ്മരങ്ങനെ തന്നെ വിളിക്കും. നമ്മളെന്തോ പറഞ്ഞു? അതൊക്കെ ഒരു കാലം. പക്ഷെ ഇപ്പൊ ആ പേരിലാണ്. ഗേളെന്ന് കേട്ടപ്പോ എന്റെ പുറകെ ഓടിയെന്ന്. വാ, എന്താ പറഞ്ഞേ? അല്ല ഒന്നുമില്ല. അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇല്ല, ഇത്രയും ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് അവര് പോരാ, സഹിക്കണില്ല. കാരണം എന്താ പാറു പറയുന്ന പോലെ കേശിച്ചേട്ടന്റെ കയ്യേലും കാലേലും പിന്നെ 2 കൈയിലും ഇനി തോളത്തൂടെ ഉള്ളിരിക്കാന്ന്. ആ ഒരു പാവമായോണ്ട് കൊള്ളാം. അല്ലെങ്കിൽ റഥകളമാറും തന്നെ. അവളൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്, ട്രെയിൻ വരുന്ന പോലാണല്ലോ പറഞ്ഞ. അങ്ങനെ ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ്? പിന്നെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ മെസ്സഞ്ചറിലും ഞാനാണല്ലോ വായിക്കുന്നത്. അത് ഒരാളായിട്ടുണ്ടോ? ഒരാളായിട്ടൊന്നും ഇല്ല. അല്ല, ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. വേക്കന്റ് ആണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് വേറെ നാശിക്കണേ. വേക്കന്റ് ആണ് അല്ലേ? എന്താ വീക്കെൻഡ് ഞാൻ ഇടക്കിടക്ക് പറയും 10-17 വയസ്സ് 18 വയസ്സ് എന്തുവാടെ അമ്മയുടെ ഇൻസ്പിറേഷൻ. നമ്മൾ അടുത്തെന്തോ പറയാൻ ഇത് തന്നെയായിരുന്നു എന്നോട്. പിന്നെ ഞാൻ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. പ്രേമിക്കുന്നതും പ്രണയിക്കുന്നതും ഒക്കെ കൊള്ളാം, എന്റെ പില്ലോ നനയ്ക്കരുത്. മേടിക്കും, സ്വന്തമായിട്ട് മേടിച്ചോണ്ടൊന്നില്ലേ കരേ. അത് വിഷമത്തിൽ ചെന്ന് കലാശിക്കരുത്, അതല്ലേ? അതായത് ഉറപ്പായിട്ട് ഇവനെ തേക്കും. എനിക്കറിയാം ഇവന്റെ സ്വഭാവം വെച്ചിട്ട് പരിപാടി പറയല്ലേ. അല്ല ഇവന് ഈ പെൺപിള്ളേരുടെ കളതരങ്ങളൊന്നും അറിയത്തില്ല. പറഞ്ഞത് പോസിറ്റീവ് സൈഡ് പഴമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായി. എനിക്ക് മനസ്സിലാവും. എന്നുവെച്ചാ ഇവൻ സിൻസിയർ ആയിരിക്കും, സീരിയസ് ആയിരിക്കും. അപ്പൊ നല്ല കാര്യമല്ലേ അത്? ആയിരിക്കും. ഞാനതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, നിനക്കൊരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, മനസ്സിനകത്തൊരു സ്ട്രൈക്ക് ഉണ്ടായി. ശരി, ഈ പ്രായത്തിൽ നമുക്കുണ്ടാവും. പക്ഷെ ആ സ്ട്രൈക്ക് നിലനിൽക്കുന്നുണ്ടോ എന്ന് നീ തന്നെ ചെക്ക് ചെയ്യണം. അങ്ങനെ പോകരുത്. അതായത് സ്ട്രൈക്ക് ചെയ്തു, ശരിയാണ്, ഇവള് നമ്മളെ കൂടെ കൂട്ടാൻ കൊള്ളാം എന്ന് നോക്കിയാൽ അതിനെ പഠിക്കുക. അവരുടെ ക്യാരക്ടർ പഠിക്കുക, അവരുടെ വീട്ടിലെ സിറ്റുവേഷൻസ് പഠിക്കുക. അതൊക്കെ പഠിച്ചിട്ട് അപ്പൊ അങ്ങനെയല്ലല്ലോ, കണ്ട് ഇഷ്ടപ്പെട്ടാ പിന്നെ അങ്ങ് കുഴപ്പമില്ല. അടുക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എല്ലാം ലിമിറ്റ് ആയിരിക്കണം. ഇത് ലിമിറ്റ് വെച്ചിട്ട് വേറെ ഒരു ഉപദേശം കൂടി കൊടുത്തിട്ടുണ്ട്, അത് വേണ്ട ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല
മറ്റേ പോകും. സ്നേഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ കൊണ്ടോ ലൈൻ അടിക്കുന്നതോ അങ്ങനെ ഒരു സംഭവത്തിനൊന്നും അമ്മ എതിരല്ല. പക്ഷെ ഒരു കുട്ടിയുടെയും ശരീരത്തിൽ കൈവെക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത വള്ളി മേടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കുട്ടികളുടെ ശരീരത്തിൽ കൈവെക്കാൻ പാടില്ല. ഇഷ്ടം പ്രണയം തുറന്നു പറയാം. നിനക്ക് ഓക്കെ ആണ്, നിനക്ക് ചേരുന്ന കുട്ടിയാണോ, ഓക്കെ. എനിക്ക് അവിടെ മറ്റൊന്നിനും അവിടെ യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും എനിക്കുണ്ടാവില്ല. മനസ്സിലായി. സെറ്റായിരിക്കണം. നിന്റെ ആറ്റിറ്റ്യൂഡ് നിനക്കറിയാം എന്താണ് അല്ലേ. പകരം നമ്മളെല്ലാം ഓപ്പണായി പറഞ്ഞ് എടുത്ത് കൊടുത്ത് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് അവളുടെ പാട്ടിന് പോയാൽ ഇയാള് കിടന്ന് വിഷമിച്ച ആര് കാണണം? അമ്മ കാണണം, ഞാൻ കാണണം. എനിക്കിത് കാണാൻ വെറുതെ വീട്ടിലെ പാത്രം എന്തിനാണ് നമ്മൾ ചെളുക്കണേ? അതെല്ലാം മണ്ടക്കിട്ട് അടിച്ചു തരാം, അത് ചളങ്ങിട്ട് ആരെന്തിനാണ് അടുത്തെന്തര്. ഫസ്റ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് ആദ്യമായിട്ട് എവിടെ ആയിരിക്കും ട്രിപ്പ് പോകുന്നത്? നിങ്ങൾക്ക് മൈൻഡിലുണ്ടോ? അല്ല, ലൈസൻസ് ഒക്കെ എടുത്തു, കിട്ടി, കയ്യിൽ കിട്ടി, വണ്ടി ഓടിക്കും. ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, വണ്ടി പഠിച്ചല്ലോ ഏകദേശം ഓൾമോസ്റ്റ്. അത് കഴിഞ്ഞ് ഒന്ന് ഇതൊക്കെ ആയിക്കഴിഞ്ഞ് അമ്മ എവിടെ പോകാനാണ് അതാ ചോദിക്കുന്നത്. നല്ലൊരു ചോദ്യം. ഇത് മനസ്സിൽ വന്നിട്ടില്ലല്ലോ ഈ ചോദ്യം. ഈ വണ്ടി എടുത്തിട്ട് ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് നിനക്ക് എവിടെ പോകാൻ അമ്മയും കൊണ്ട് എവിടെ പോകാനാണ്? അത്യാവശ്യം തന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ഒരു ലോങ് ഒക്കെ പോകാൻ ഞാൻ ചെമ്പൂക്കായിരുന്നു വന്നപ്പോൾ. ചെമ്പൂക്ക് പാല് മേടിക്കാൻ മേലെ കുറച്ച് ഗ്രാൻഡ് പോണം. കുറച്ചുകൂടെ ലോങ് ആണെങ്കിൽ ലോങ് ആയിട്ട് കാശ്മീർ പോലെ. വേണ്ട, കുറച്ച് കുറയ്ക്ക്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ വരണില്ല. ഞാൻ വിട്ടു. എന്നാ പിന്നെ നമുക്ക് ഇവിടെ കന്യാകുമാരി പോവാ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ ഭൂരി എന്താ കണ്ടു കഴിഞ്ഞാൽ പൊരി കടല കഴിച്ചിട്ട് വരാം. നല്ല ബജി കിട്ടും, നല്ല ബജി കിട്ടും. കുറ്റം പറയാം. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. ചൂട് ബജി കിട്ടും. കിണ്ണ സാധനമാണ്. മറ്റേ നല്ല മുളക് ബജി, അതിന്റെ കൂടെ നല്ല ചട്നി, റെഡ് മധുരമൊക്കെ ഉള്ള ചട്നി. ഞാൻ പോവാ, ഞാൻ ബജി നിന്നിട്ട് വന്നിട്ട് നീയൊക്കെ എടുത്താൽ മതി. എരിവ് അതിന്റെ കൂടെ നല്ല കട്ടൻ ചായ, ചൂടും ചൂടും എരിവും കൂടെ മിക്സ് ചെയ്യും. അത് കന്യാകുമാരി പോയി കഴിക്കണം. കിട്ടും സാധനം. നല്ല കാറ്റും ആയിരിക്കും. ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് എന്നെ കൂടെ വിളിക്കണേ. അപ്പൊ ഞാൻ കഴിഞ്ഞല്ലേ. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് പോട്ടെ, അടിപൊളിയാവട്ടെ, സിനിമകൾ വരട്ടെ, ഇതുപോലെ തന്നെ നിങ്ങൾ ഹാപ്പി ആവട്ടെ, അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ ബർത്ത്ഡേയുടെ ചെലവുണ്ടേ അടുത്ത ആഴ്ച. ഞാൻ എവിടെ പോണു? അപ്പൊ അതിന്റെ ഒരു ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടേ പോവുള്ളൂ. അടുത്ത ആഴ്ച കാണാം. ഓക്കെ, അപ്പം താങ്ക് യു. സെറ്റ്.